എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞ ഗൂഗിൾ ഫോംസ് ഒക്കെ ഉപയോഗിച്ച് വലിയ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഡാറ്റ കൺസോളിഡേഷൻ നടത്തുന്നത്? ഇത് ഗൂഗിൾ ഷീറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഡാറ്റ കൺസോളിഡേഷൻ നടത്താം. അതിന് പകരം ഞാനിവിടെ കാണിക്കുന്നത് ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ മുൻപ് ഗൂഗിൾ ഫോംസിൻ്റെ ട്യൂട്ടോറിയലിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് ഗൂഗിൾ ഫോം വെച്ചിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് അതിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് എക്സൽ ആക്കിയിട്ടും ഓപ്പൺ ഓഫീസ് ഡോക്യുമെൻ്റ് ഫോർമാറ്റിലൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഗൂഗിൾ ഷീറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള കൺസോളിഡേഷൻ വേണ്ടി വരും. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ വരുന്ന ഒരു കൺസോളിഡേഷൻ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സാധാരണ ഓഫീസുകളിൽ ഉപയോഗിച്ച് കാണാറില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടൊക്കെ ആക്കിയിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചില സ്കൂളിൻ്റെ പേര് അതൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഗൂഗിൾ ഫോംസിൽ കൊടുത്ത പോലെ ഓപ്ഷൻസിൽ നമ്മൾ തന്നെ വാല്യൂ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ യൂസർമാർ ഓരോരുത്തരും കൊടുക്കുന്ന മറുപടിയിൽ സ്കൂളിൻ്റെ പേരുകളൊക്കെ ഓരോ തരത്തിലായി പോയാൽ നമുക്ക് കൺസോളിഡേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സൽ ഷീറ്റിൽ നമ്മളൊരു സ്റ്റാഫ് ലിസ്റ്റാണ് ഇതേപോലെ ഗൂഗിൾ ഫോംസ് വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലുള്ളത് സ്കൂളിൻ്റെ കോഡ്, സ്കൂളിൻ്റെ പേര്, അധ്യാപകൻ്റെ പേര്, ഡെസിഗ്നേഷൻ. ഇത് പകരം നമുക്ക് ചിലപ്പോൾ ഓഫീസുകളിലൊക്കെ സാധാരണ വേണ്ടി വരാറുള്ളത് IED കുട്ടികളുടെ, അതായത് CWSN കുട്ടികളുടെയൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് കുട്ടികളുടെ പേരും സ്കൂളും അതിൻ്റെ പുറമെ അവർ ഏത് വിഭാഗത്തിൽ പെടുന്നു. അപ്പം നമ്മൾ പല വിഭാഗങ്ങളുണ്ട്. ഓർത്തോ, പിന്നെ കണ്ണിൻ്റെ കാഴ്ച കമ്മി, വിഷ്വലി ഈ പ്രശ്നമുള്ളവർ, കാഴ്ചയ്ക്ക് മറ്റേ ഓർത്തോ ആയിട്ടുള്ള പ്രശ്നമുള്ളവർ, മെൻ്റലി പ്രശ്നമുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള പല തരത്തിലുള്ള കൺസോളിഡേഷൻസ് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു സ്കൂൾ ലിസ്റ്റിൽ നിന്ന് ഇതിൽ കൺസോളിഡേഷൻ കിട്ടേണ്ടത് ഓരോ സ്കൂളിലും ഓരോ ഡെസിഗ്നേഷനിലുമുള്ള എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു റിപ്പോർട്ടായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത് വലിയൊരു എക്സൽ ഷീറ്റാണ്. ഇത് മുഴുവൻ എണ്ണി എടുത്ത് ഓരോ സ്കൂളിൻ്റെയും എത്ര ഡെസിഗ്നേഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ എണ്ണി എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡാറ്റ കൺസോളിഡേഷൻ മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് ലിബർ ഓഫീസിലും അതുപോലെ നമ്മളെ MS ഓഫീസിലും, നമ്മുടെ ഓഫീസുകളിൽ കൂടുതൽ ഓഫീസ് 2007 ആയതുകൊണ്ട് ഞാൻ ആ വേർഷനാണ് കാണിക്കുന്നത്. എല്ലാ വേർഷനുകളിലും പറ്റും, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം MS എക്സലിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം ലിബർ ഓഫീസിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇൻസർട്ട് എന്ന് പറയുന്ന മെനുവിൽ അവിടെ ഏറ്റവും ഫസ്റ്റിൽ കാണുന്ന ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസർട്ട് ടേബിൾ. അതിൽ പോയി കഴിഞ്ഞാൽ പൈവറ്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ബോക്സ് വരുന്നു, ഒരു ഡയലോഗ് ബോക്സ് വരുന്നു. എങ്ങനെയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ പറയുന്നു ഏത് ഡാറ്റയിൽ നിന്നാണ് ഇത് എടുക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ഡാറ്റ മൊത്തം നമുക്ക് സെലക്ട് ചെയ്ത് അവിടെ കാണിക്കാം. ഇതൊരു വലിയ ടേബിളാണ്. നമ്മളിപ്പോൾ ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ടൊക്കെ കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 1000 അടുത്ത് 900ൻ്റെ അടുത്തോളം ഡീറ്റെയിൽസ് ഈ ലിസ്റ്റിലുണ്ട്. ഇനി ഇവിടെ നമ്മളിത് കൊടുത്തു, ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഷീറ്റ് എടുത്തതിലൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി കളക്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്? നമ്മൾ വരുന്ന ഈ പുതിയ റിപ്പോർട്ട് ഏത് ഷീറ്റിലാണ് വരേണ്ടത്? അപ്പോൾ ഈ ഷീറ്റിൽ തന്നെയാണെങ്കിൽ ഈ ഷീറ്റിൽ കൊടുക്കാം. ന്യൂ വർക്ക് ഷീറ്റ് ആണെങ്കിൽ ന്യൂ വർക്ക് ഷീറ്റ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു.
അങ്ങനെ ഒരു ന്യൂ വർക്ക് ഷീറ്റ് ഇവിടെ തന്നെ ഷീറ്റ് 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ അവിടെ ഇനി നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ ഹെഡിങ്ങുകളാണ് കാണുന്നത്. കോഡ്, സ്കൂള്, നെയിം, ഡെസിഗ്നേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി താഴെ കാണാം റിപ്പോർട്ട് ഫിൽറ്റർ ഉണ്ട്, കോളം ലേബൽ, റോ ലേബൽ, വാല്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം സ്കൂളിൻ്റെ പേര് വരണം, അതിനുശേഷം ഡെസിഗ്നേഷൻ്റെ പേര് വരണം, അതിനുശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വരണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഞാനിവിടെ സ്കൂൾ എന്ന് പറയുന്നതിനെ റോ ലേബലിലേക്കാണ് മാറ്റുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് ലേബലിലേക്കാണ് മാറ്റുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. റോ ലേബലിലേക്ക് മാറ്റി, അതിനുശേഷം ഡെസിഗ്നേഷൻ റോ ലേബലിൽ, അതായത് അടുത്ത റോ ഡെസിഗ്നേഷൻ ആയിരിക്കണം, കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് നെയിം എന്ന് പറയുന്ന ഭാഗം എടുത്ത് വാല്യൂസിലേക്ക് മാറ്റണം. വാല്യൂസിലേക്ക് മാറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നു കൗണ്ട് ഓഫ് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. ഇനി ഇത് നമുക്ക് കൗണ്ട് അതല്ല വേറെ ഏതെങ്കിലും ആണ്. ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരു എമൗണ്ട് വൈസ് ഒക്കെയുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ നെയിം ആയതുകൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാനേ കഴിയുള്ളൂ. അതേസമയം വേറൊരു ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് അതിൻ്റെ എന്താണോ അതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടത് ആ റിസൾട്ട് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും. സമ്മ്, ആവറേജ്, മാക്സ്, മിനിമം, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കൗണ്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ടേബിള്, പുതിയ ഷീറ്റ് നമുക്ക് നോക്കാം. ഈ ഷീറ്റിൽ ഓരോ സ്കൂളിൻ്റെയും പേര്, അവിടെ ആകെയുള്ള സ്റ്റാഫ്, അതിൻ്റെ കൂടെ ഹെഡ് മാസ്റ്റർ 1, LG അറബിക് 1, LPSA 2, ഇങ്ങനെ ഓരോ സ്കൂളിൻ്റെയും ഉള്ള ഒരു കൺസോൾട്ടേഷൻ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ കാര്യം. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒരു തവണ കൂടി ചെയ്ത് കാണിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഈ ഷീറ്റ് 4 എന്ന് വന്ന ഈ ഷീറ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ ഇൻസെർട്ട് എന്ന് പറയുന്ന മെനുവിൽ ടേബിളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പൈവറ്റ് ടേബിൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം എവിടെ നിന്നാണ് ഡാറ്റ വരേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മൾ മൊത്തം ഈ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ വിട്ടുപോകരുത്, മൊത്തം സെലക്ട് ചെയ്യണം, എന്നാലാണ് നമ്മൾ ഡാറ്റ കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇത് പുതിയൊരു ഷീറ്റിലേക്കാണ് വരേണ്ടതെങ്കിൽ ന്യൂ വർക്ക് ഷീറ്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റോ ഏതൊക്കെയാണ്, കോളം ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പം നമ്മൾ സ്കൂൾ എന്നുള്ളത് റോ ലേബലിലാണ് വരുത്തുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഡെസിഗ്നേഷൻ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് നെയിമിൻ്റെ കൗണ്ടാണ്, കൗണ്ട് ഓഫ് നെയിം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു റിപ്പോർട്ട് നമുക്ക് ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൺസോൾട്ടേഷൻ, ഡാറ്റ കൺസോൾട്ടേഷൻ എക്സലിൽ ചെയ്യുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ഓപ്പൺ ഓഫീസ് അല്ലെങ്കിൽ ഉബുണ്ടു ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ലിബർ ഓഫീസിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഓപ്പൺ ഓഫീസിൽ, അതായത് ഉബുണ്ടുവിലെ ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ വേർഷൻ ലിബർ ഓഫീസാണ്. ഇപ്പോൾ ലിബർ ഓഫീസ് നമ്മൾ എടുക്കുന്നത് ആപ്ലിക്കേഷൻസിലെ ഓഫീസ് എന്ന് പറയുന്ന ഭാഗത്ത് ലിബർ ഓഫീസിൻ്റെ കാൽക്ക് എന്ന് പറയുന്നതാണ് എക്സലിന് തുല്യമായിട്ടുള്ള ഉബുണ്ടുവിലെ വേർഷൻ. ഇപ്പോൾ ലിബർ ഓഫീസ് കാൽക്കിൽ എങ്ങനെയാണ് ഈ കൺസോൾട്ടേഷൻ നടത്തുക, നേരത്തെ കാണിച്ച MS ഓഫീസ് എക്സലിൽ കാണിച്ച അത് ലിബർ ഓഫീസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇൻസർട്ട് മെനുവിലല്ല, ഡാറ്റ എന്ന് പറയുന്ന മെനുവിൽ പൈവറ്റ് ടേബിൾ കാണാം. അവിടെ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ ഒരു ഡാറ്റ ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് വരും. കറണ്ട് സെലക്ഷൻ എന്ന് പറയുന്നത് ടിക്കായിട്ടുണ്ടാവും. നമ്മൾ ഓക്കെ കൊടുക്കുക. നേരത്തെ MS ഓഫീസിൽ കണ്ട അതേപോലെയുള്ള ഒരു ബോക്സ്, ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് സ്കൂൾ, ഡെസിഗ്നേഷൻ, അതിനുശേഷം നെയിം എന്നുള്ളതിൻ്റെ കൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സമ്മാണ് വന്നിരിക്കുന്നത്, സമ്മല്ല വേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കൗണ്ട് എന്നുള്ള പറയുന്ന ഓപ്ഷൻ കിട്ടും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഒരു ഷീറ്റിൽ സ്കൂളിൻ്റെ പേര്, ഡെസിഗ്നേഷൻ, അത് കഴിഞ്ഞ് ഓരോ ഡെസിഗ്നേഷനിലുമുള്ള ആൾക്കാരുടെ എണ്ണം, ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ കൗണ്ട് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഇത് തന്നെ പലപ്പോഴും നമുക്ക് ആവശ്യം വരാറുള്ളത് ഒറ്റ ടേബിളിൽ തന്നെ ഡെസിഗ്നേഷനുകൾ ഓരോരോ കോളംസ് ആയിട്ട് കൗണ്ട് എടുക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പം അത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാം.
ഇതിവിടെ കടന്നോട്ടെ. നമ്മൾ പുതിയ ഈ ഷീറ്റ് വീണ്ടും എടുക്കുന്നു. ഡാറ്റ, പൈവറ്റ് ടേബിൾ, ക്രിയേറ്റ്, കറണ്ട് സെലക്ഷൻ, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം സ്കൂൾ. ഇനി ശ്രദ്ധിക്കേണ്ടത് റോ എന്ന് പറയുന്നത്, റോ ഇനി വേണ്ട, ഇനി എല്ലാം കോളമാണ് വേണ്ടത്. അപ്പം നമ്മൾ ഡെസിഗ്നേഷൻ ഒരു കോളം ആയതുകൊണ്ട് നമ്മൾ കോളം ഫീൽഡിലേക്കാണ് മാറ്റുന്നത്. ഇത് MS ഓഫീസിലും പറ്റും, സെയിം തന്നെയാണ്. കോളം ഫീൽഡിലേക്കാണ് ഡെസിഗ്നേഷൻ മാറ്റേണ്ടത്. അതിനുശേഷം നെയിമിനെ എടുത്ത് ഡാറ്റ ഫീൽഡിൽ ഇട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൗണ്ട് എന്നാക്കി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു ടേബിൾ വന്ന് ഓരോ സ്കൂളിലും അവിടെയുള്ള പോസ്റ്റുകളും ആ പോസ്റ്റുകളിലുള്ള ആളുകളുടെ എണ്ണവും. അപ്പോൾ വളരെ സിമ്പിളായി ഒരു വലിയ ഒരു ഷീറ്റിനെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് കൗണ്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ പൈവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഇത് MS ഓഫീസിലും വർക്ക് ചെയ്യും, ഓപ്പൺ ഓഫീസിലും വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വരുന്നതാണ്.